കോൺഗ്രസിന്റെ ആരോപണങ്ങൾ തോൽവി ഭയന്നെന്ന് പാലക്കാട് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. തെളിവുകൾ പുറത്തുവിടും. നടന്നത് കെട്ടിച്ചമച്ച സംഭവമാണെന്നും പിന്നിൽ ആസൂത്രിത നീക്കമാണെന്നും ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം. സത്യാവസ്ഥ പുറത്തുവരുമെന്നും യാഥാർത്ഥ്യം ജനങ്ങളെ ബോധിപ്പിക്കാനായി മാധ്യമങ്ങളെ കാണുമെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. ഇത് BJP ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ കോൺഗ്രസിന്റെ ഇപ്പം തന്നെ ഞാൻ അവരുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോയപ്പോൾ കണ്ണന്നൂരിലൊരു റൂറൽ സൊസൈറ്റി ഉണ്ട്. ആ റൂറൽ സൊസൈറ്റിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ആളുകളെ പറ്റിച്ച് കുടുംബങ്ങൾ തകർത്ത ഒരു ഭാര്യയും ഭർത്താവുമാണ്. ഭാര്യ അവിടുത്തെ മെമ്പറായിട്ട് ഇപ്പം നിലനിൽക്കുന്നുണ്ട് എന്നാണ് ജനങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഞാൻ പത്രസമ്മേളനത്തിന് തയ്യാറാകും. എൻ്റെ കാറിനകത്ത് ഞാനും ശ്രീമതി പ്രമിള ശശിധരനും യാത്ര ചെയ്യുന്നു. ആ സമയത്ത് ഇത്തരത്തിൽ ഒരാൾ എൻ്റെ കാറിനകത്ത് എങ്ങനെ വന്നു? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിഞ്ഞു നിൽക്കുകയാണ്. ഞാൻ അപ്പുറത്തേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ്. കോൺഗ്രസ്സുകാരുടെ തന്നെ 2 വണ്ടികളാണ് നമ്മുടെ പിറകിൽ ഫോളോ ചെയ്യുന്നത്. അതിൽ കൊടിവെച്ച കാറുകളുണ്ട്. അപ്പം അത് ഇവിടെ അന്വേഷണം നടത്തേണ്ടത് പോലീസാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പം നമ്മൾ ജയിക്കുമെന്ന് ഏതാണ്ട് ബോധ്യമായി. അപ്പോൾ അടുത്ത കഥയിലേക്ക് കടന്നിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്ന ഒറിജിനൽ ദൃശ്യങ്ങൾ തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ കാണിക്കാം. ഈ വെളുത്ത ഒരു ചുരിദാറിട്ട സ്ത്രീ, വെളുത്ത ചുരിദാറിട്ട ഒരു സ്ത്രീ നമ്മുടെ കാറിനകത്ത് ഇരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവർ കാണിക്കുന്നത്. അപ്പം ഈ ദൃശ്യം എങ്ങനെയാണ് ഒരു മീഡിയയാണ് ഏറ്റവും ആദ്യം ഇത് മാനിപ്പുലേറ്റ് ചെയ്തൊരു തയ്യാറാക്കിയിട്ടുള്ളതെങ്കിൽ അതെങ്ങനെ കിട്ടി? ആ ദൃശ്യം ഇന്നത്തെ ദൃശ്യമാണോ പരിശോധിക്കണ്ടേ? ആ ദൃശ്യത്തിൽ കാണുന്ന സ്ത്രീ ആരാണ്? കാരണം അവർ വാട്സപ്പ് അയച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മുടെ BJPയുടെ ഏത് വ്യക്തിയാണ് എൻ്റെ കൂടെയുള്ളത്? ഇപ്പം ഇത്രയും ആളുകൾ നമ്മളുണ്ടല്ലോ. നിങ്ങൾ ആ പ്രദേശത്ത് മുതൽ, അതായത് ഈ തടഞ്ഞപ്പോഴാണല്ലോ ഞാൻ ജനത്തിനെ വിളിച്ചു വരുത്തുന്നത്. ഈ വ്യക്തി എന്നെ തടഞ്ഞു, എൻ്റെ വിഷ്വൽ എടുത്തു, പരാതി കൊടുക്കണമെന്ന് സംസാരിക്കാനാണല്ലോ ഞാൻ ജനം ചാനലിനെ വിളിച്ചു വരുത്തിയത്. അത് കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ച ഈ 2-3 സാമുദായിക നേതാക്കന്മാരെ കണ്ടതിന് ശേഷം വേണം എനിക്ക് 2 മണിക്ക് പത്രക്കാരെ വിളിക്കാൻ. എല്ലാ പത്രക്കാരെയും വിളിക്കണം. ഒരു ചാനലിൽ മാത്രമായിട്ട് എനിക്ക് ദൃശ്യം കാണിക്കാൻ പറ്റില്ല. ഒറിജിനൽ ദൃശ്യം ഞാൻ ജനങ്ങളുടെ മുന്നിൽ വെക്കും. തോൽവി ഭയന്ന് ബോധപൂർവ്വം സംഘർഷം സൃഷ്ടിക്കുകയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ പ്രതിരോധത്തിലായിരുന്നു. ഒന്ന്, ജനം TV തന്നെ പുറത്തുവിട്ട പ്രശോഭ് സി വത്സൻ എന്ന നേതാവിനെതിരെയുള്ള പീഡന പരാതി. അതുകൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ടയാൾ പിഷാരടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നു. ഇതൊക്കെ അവർക്ക് നാണക്കേട് സൃഷ്ടിച്ചത്. അതിശക്തമായി ഇവർ ചെയ്ത ഈ അന്യായത്തിനെതിരെ അതിശക്തമായിട്ട് പ്രതികരിച്ചിട്ടുള്ളത് ശ്രീമതി പ്രമിള ശശിധരനാണ്. അത് ദൃശ്യത്തിലുണ്ട്. എവിടെയും സംയമനത്തോടുകൂടി പെരുമാറുന്ന, പാലക്കാടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന 25 കൊല്ലം മുനിസിപ്പൽ കൗൺസിലറായിട്ടുള്ള ശ്രീമതി പ്രമിള ശശിധരൻ ആ ചെറുപ്പക്കാരനോട് സംസാരിക്കുന്നതിൻ്റെ വിഷ്വൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടായി? അതല്ലേ പരിശോധിക്കേണ്ടത്. മീഡിയ വരട്ടെ 2 മണിക്ക്. പോലീസ് കേസ് ഉൾപ്പെടെ പോലീസ് ഇവരെ ചോദ്യം ചെയ്യണം. ഞാൻ അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താതെ ഈ കാര്യം വിടും എന്ന് ആരും കരുതണ്ട.